വൈകുന്നേരം പുറത്തേക്ക് പിണറായിയുടെ വാടക വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇ.ഡി. ഉദ്യോഗസ്ഥന്മാർ വാഹനത്തിൽ കയറുന്നു, പുറത്തേക്ക് അവരെ വിടുന്നു. ക്ഷോഭിച്ചു നിൽക്കുന്ന, ക്ഷുഭിതരായി നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് യാതൊരു മുൻകരുതലുമില്ലാതെ പോലീസ് ഈ ഇ.ഡി. സംഘത്തെ തുറന്നു വിടുകയാണ്. ആരാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത്? കേരളത്തിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ്, രമേശ് ചെന്നിത്തല മറുപടി പറയണം എന്ന ഉറച്ച പക്ഷക്കാരനാണ് ഞാൻ. ഇത് CPIM-കാർ ആക്രമണം നടത്തി എന്നുള്ള നെഗറ്റീവ്സ് ഉണ്ട്, ധാരാളം ഉണ്ട്. ഇപ്പോഴും നിൽക്കുന്ന അതാണ്, എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്നത്. അത് നിൽക്കെ തന്നെയാണ് ഞാൻ ഈ വ്യത്യസ്തമായ ആർഗ്യുമെന്റ് പറയുന്നത്. ഇന്നിപ്പോ ആദ്യമായിട്ട് പറയുകയല്ല കേട്ടോ, ഇന്നലെയും ഞാൻ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. ഇതാണ് പ്രശ്നം. ഇത് എന്തുകൊണ്ട് ഇത്രയും ആസ്ഥാനമാണ്, പോലീസിന്റെ ആസ്ഥാനമുള്ള പ്രദേശമാണ് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്, കേരളത്തിലെ ആസ്ഥാനം. അവിടെ ഇത്തരത്തിലൊരു നടപടി നടക്കുമ്പോൾ ജാഗ്രതയില്ലാതെ ഈ ഉദ്യോഗസ്ഥരെ ക്ഷോഭിച്ചു നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് എന്തിനാണ് തുറന്നു വിട്ടത്? ഇത് അഡ്രസ് ചെയ്യണ്ടേ? ഇപ്പൊ SIT, പോലീസിന്റെ SIT പ്രഖ്യാപിക്കുന്നുണ്ട് ഈ സംഭവത്തിനെ കുറിച്ച് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു SIT അന്വേഷണം കൊണ്ടൊന്നും തീരുന്ന കേസാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. അത് SIT ഇതിന്റെ ഉന്നതങ്ങളിലേക്കൊന്നും പോയി അന്വേഷിക്കാൻ സാധ്യതയില്ലല്ലോ. ഈ പുതിയ മന്ത്രിസഭയിൽ നിൽക്കുന്ന പോലീസ് സ്വാഭാവികമായ SIT അന്വേഷണം പ്രഖ്യാപിച്ചാൽ ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കുമായിരിക്കും. ബുധനാഴ്ച SIT അന്വേഷണം പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും. പക്ഷേ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിശ്ചിതമായി അന്വേഷണം നടത്തേണ്ടി വരും. കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തതകൾ, അതിന് മറ്റു കാര്യങ്ങൾ വരുമെന്നേ, അത് വരും. അപ്പൊ ഇതൊന്നും നിഷ്കളങ്കമായി സംഭവിച്ചു പോകുന്നതല്ല. CPM നേതാക്കൾ ഇപ്പൊ മിഞ്ഞാന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു ഇതെന്തായിരുന്നു, നെഗറ്റീവ് എന്തായിരുന്നു, IPB-നുമാണ് അത്രേ നേതൃത്വം കൊടുത്തത്. എന്താ കാരണം? അയാൾ കീമുട്ട് എറിഞ്ഞു പോലും. അങ്ങനെയാണത്രേ ഇതൊക്കെ ഉണ്ടായത്. ഇതൊക്കെ അന്നേരം പറയാൻ കൊള്ളാം. പക്ഷേ സാധാരണ ഒരു പോലീസുകാരന് പോലും പറയാം, കോടതിയുടെ വരാന്തയിൽ പോലും ഇത്തരം ആർഗ്യുമെന്റ്സ് ഒന്നും നിൽക്കില്ല എന്നുള്ളത്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് പോലീസ് പരാജയപ്പെട്ടത് എന്നുള്ളത് കോടതി ചോദിക്കും ഇത്തരം വാദങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ. അപ്പൊ പോലീസിൽ ആരൊക്കെയാണ് ഇത് തീരുമാനമെടുക്കുന്നത്? ഇക്കാര്യത്തിൽ പോലീസ് മാത്രമാണോ തീരുമാനം എടുക്കേണ്ടത്? രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം അറിയേണ്ടതില്ലേ? അത്തരം കാര്യങ്ങൾ വരും. അങ്ങനെ സങ്കീർണമായ ഒരുപാട് ചോദ്യങ്ങൾ പുതുതായി കൊണ്ടുവരുന്ന വിഷയം തന്നെയാണ് മിഞ്ഞാന്ന് നടന്നത്. അതിൻ്റെ അകത്ത് എന്നിട്ട് ഇതെല്ലാം CPM-ന്റെ തലയിൽ വെച്ച് കെട്ടുക, പിണറായിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നെന്ന് വരുത്തി തീർക്കുക. വീണ വിജയൻ എന്നത് കൊടിയ അഴിമതിക്കാരിയാണ്. ആ അഴിമതിക്കാരിയെ ജയേന്ദ്രൻ പറഞ്ഞു വരുന്നതിൽ നിന്ന് നമ്മൾ വരികൾക്കിടയിൽ വായിക്കേണ്ട ഒരു കാര്യം, അതായത് അവിടെ അങ്ങനെ ഒരു അക്രമ സംഭവം നടന്നോട്ടെ എന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ കരുതി എന്നാണോ?